സോ ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്നത്തെ വീഡിയോ ഈ ഫുട്ബോളിലെ ബെസ്റ്റ് 3 ലോങ് ബാൾ കൗണ്ടർ ഫോർമേഷൻ ഏതൊക്കെയാണെന്നാണ് ഇന്ന് നമ്മൾ നോക്കാനായിട്ട് പോകുന്നത്. ഓക്കെ, 3 ഫോർമേഷനും ഞാൻ വൺഡേ ഇരുന്ന് കളിച്ചിട്ട് അത്യാവശ്യം ബെറ്റർ ആണ് തോന്നിയിട്ട് മാത്രമാണ് ഞാൻ നിങ്ങൾക്ക് റെഫർ ചെയ്യുന്നത്. ഇപ്പോൾ കറന്റ് നിങ്ങൾ ലോങ് ബാൾ കൗണ്ടർ ഫോർമേഷൻ കളിക്കുന്ന ഒരു പ്ലെയർ ആണെങ്കിൽ ജസ്റ്റ് ഞാൻ ഈ പറയുന്ന ഫോർമേഷൻ ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക. അതുപോലെ തന്നെ ഇപ്പോൾ ക്വിക്ക് കൗണ്ടർ അല്ലെങ്കിൽ പൊസിഷൻ ഗെയിമൊക്കെ കളിക്കുന്ന ഒരു യൂസർ ആണെങ്കിൽ ജസ്റ്റ് നിങ്ങളുടെ പ്ലേ സ്റ്റൈൽ നിങ്ങൾക്ക് ബെറ്റർ അല്ല തോന്നിയിട്ട് ജസ്റ്റ് ഒരു പ്ലേ സ്റ്റൈലിലേക്ക് സ്വിച്ച് ചെയ്യാൻ പോകുന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ലോങ് ബാൾ കൗണ്ടർ ഫോർമേഷൻ ജസ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അത്രയെങ്കിലും എന്താ പറയുക ഫോർമേഷനാണ് നമ്മൾ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീണ്ടും പോകാം. ഇഷ്ടപ്പെടുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ പറയുന്നത് വെച്ചാൽ നമ്മളെ പഴയ ചാനൽ ടെർമിനേറ്റ് ആയിട്ടുണ്ടാക്കും, ഒരു പുതിയൊരു ചാനലാണ് ഇത്. അപ്പോൾ അത് ആഫ്റ്റർ 1 ഇയർ കൊണ്ടാണ് നമ്മൾ ഈ ചാനൽ സ്റ്റാർട്ട് ചെയ്തത്. പഴയ ചാനൽ പോയപ്പോൾ കുറേ ഡിപ്രഷൻ ആ ലെവലൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് ഇപ്പോൾ അങ്ങനെ മാറ്റിയെടുത്തിട്ട് വീണ്ടും ഒരു ചാനൽ സ്റ്റാർട്ട് ചെയ്ത് കാണുക. അപ്പോൾ 1 ഇയർ ആയതുകൊണ്ട് തന്നെ കുറേ സംസാരത്തിലായാലും കുറേ തെറ്റുകുറ്റങ്ങളൊക്കെ ഉണ്ടാവും, ജസ്റ്റ് ക്ഷമിക്കുക. അപ്പോൾ എന്തായാലും നേരെ നമുക്ക് വീട്ടിൽ പോകും. അപ്പോൾ സബ് ചെയ്യാൻ മറക്കണ്ട, ലൈക്ക് ചെയ്യുക. അപ്പോൾ നേരെ നമുക്ക് ഏതൊക്കെയാണ് ഫോർമേഷൻ നോക്കാം ഗായ്സ്. അപ്പോൾ ഫസ്റ്റത്തെ ഫോർമേഷന് 4-3-3 ഫോർമേഷനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും കസ്റ്റമായിട്ട് നമുക്ക് സെറ്റ് ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ചേഞ്ച് ഫോർമേഷൻ ആൻഡ് 4-3-3 കൺവേർട്ട് ആക്കിയിട്ടുണ്ട്. ഓക്കെ, ഇനി CFനെ കുറച്ച് ഫ്രണ്ടിലേക്ക് ഇടാം. അതുപോലെ തന്നെ റൈറ്റിലും ലെഫ്റ്റിലായിട്ട് ഫസ്റ്റ് നമുക്കൊരു സെക്കൻഡ് സ്ട്രൈക്കർ വേണം. 2 പ്ലെയർ നമുക്ക് സൈഡിൽ ഇടാം. ഓക്കെ, നമുക്ക് 2 DMF വേണം. അതിൻ്റെ മുമ്പേ സെൻട്രൽ ബാക്ക് ജസ്റ്റ് ടച്ച് ചെയ്തില്ല ആ ലെവലിൽ വെക്കണം 2 CBനെയും. ഇതിന്റെ മെയിൻ പ്രത്യേകത ബാക്ക് പൊട്ടൂല, 100% ഷുവറാണ്. പോസ്റ്റ് വളഞ്ഞാണ് ബാക്സ്, റൈറ്റ് ബാക്ക് ആയാലും ലെഫ്റ്റ് ആയാലും സെൻറ്റർ ബാക്ക് ആയാലും. പിന്നെ നമ്മളെ DMFനെ കുറച്ച് താഴോട്ട് വലിക്കണം, അപ്പോൾ നല്ലൊരു സപ്പോർട്ട് കിട്ടും. പിന്നെ വീണ്ടും CMF ആണ്, ജസ്റ്റ് റൈറ്റ് ആൻഡ് ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമേഷൻ വരുന്നത്. ഞാൻ ജസ്റ്റ് നിങ്ങൾക്കൊരു ഓട്ടോ പിക്ക് പ്ലേസ് ആയിട്ട് ഇട്ടുതരാം ഗൈസ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റത്തെ ലോങ് ബാൾ കൗണ്ടർ ഫോർമേഷൻ വരുന്നത്. ഓക്കെ, 4-3-3 ആണ്. ഇതിന്റെ ബെനിഫിറ്റ്സ് പറഞ്ഞാൽ സുഖമായിട്ട് നമുക്ക് ക്രോസ് ചെയ്യാം. മെയിൻ എന്താ, ക്രോസിൽ സ്കോർ ചെയ്യാം. 3 CF പക്കയായിട്ട് സപ്പോർട്ടിങ് ഉണ്ടാവും. അത് നല്ല പ്ലേസിന്, അപ്പോൾ ഹാളൻഡ് അതേമാതിരി കോംബോ പ്ലേസിന് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല ബെറ്റർ ആണ്. പിന്നെ ബാക്കിൻ്റെ സെൻറ്ററിൻ്റെ കാര്യം പേടിക്കണ്ടല്ല, DMF നല്ലൊരു പ്ലെയർ ഇട്ട് കഴിഞ്ഞാൽ സീനില്ല. പിന്നെ നിങ്ങളെ പോസ്റ്റിക്ക് ഗോളാവാൻ ചാൻസ് വളരെ കമ്മിയാണ്. കാരണം ഒരു DMF അതിലുപരി 4 ബാക്സ് പോസ്റ്റിന് ചുറ്റോറം അത്രയും കട്ട സപ്പോർട്ട് നിൽക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഫോർമേഷൻ ഗായ്സ്. അപ്പോൾ നെക്സ്റ്റ് ഫോർമേഷൻ 4-2-2-2 ഫോർമേഷനാണ്, അഥവാ 4-2-2-2 ഫോർമേഷനാണ്. ഓക്കെ, നമുക്ക് എന്തായാലും ഡിസൈൻ ചെയ്യാം. ഫസ്റ്റ് തന്നെ ജസ്റ്റ് ഫോർമേഷൻ എന്ന് ഞാൻ ഈ ഫോർമേഷന് ചേഞ്ച് ആക്കുന്നതൊന്നുമില്ല, അത്രയും പെട്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലായിക്കോട്ടെ. പിന്നെ അത്രയും വീഡിയോ ലെങ്ത് കൂടണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ് ജസ്റ്റ് അങ്ങനെ ട്രൈ ആക്കണേ. ജസ്റ്റ് 4-2-1-3 ഫോർമേഷൻ എടുത്തിട്ട് നമുക്ക് ജസ്റ്റ് കസ്റ്റം ചെയ്യാം. ഫസ്റ്റ് തന്നെ നമുക്ക് 2 ബാക്സിനെ കീപ്പറിന് സപ്പോർട്ടീവായിട്ട് നിർത്തുക. പിന്നെ LB ആൻഡ് RB ജസ്റ്റ് ഒരു സപ്പോർട്ടിന് കറക്റ്റ് ലെവലിൽ കൊണ്ട് നിർത്തുക. പിന്നെ 1 DMF ആണ് ഇതിൽ വരുന്നത്, അത് നേരെ CBയുടെ നേരെ മേലെ. അപ്പോൾ എന്തായാലും പോസ്റ്റ് കവേർഡായി മീൻസ് ഒരു സപ്പോർട്ടിങ്ങിന് DMF ഉണ്ടാവും. 2 CB ആൻഡ് 1 DMF ആയിട്ടൊരു കോംബോ സിറ്റുവേഷൻ നമുക്ക് കിട്ടും. പിന്നെ നമുക്ക് ഒരു CMF ഉണ്ട്. ഇപ്പോൾ കറലിൻ്റെ ഇപ്പോൾ കമവിങ്കിയാണ്. പിന്നെ നമുക്ക് 2 CF വരുന്നുണ്ട്. ജസ്റ്റ് ഈ ലെവലായിട്ട് നമുക്ക് സെറ്റ് കൊടുക്കാം. പിന്നെ നമുക്ക് 2 AMF ആണ്. ജസ്റ്റ് AMF CMFൻ്റെ 2 റൈറ്റ് ആൻഡ് ലെഫ്റ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാം. ജസ്റ്റ് പെട്ടെന്ന് നമുക്ക് CMF AMF കൺവേർട്ട് ആക്കാം. ബെല്ലിംഗം AMF ആവുമോ? CF ആവുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോർമേഷന്. ജസ്റ്റ് എല്ലാം ട്രൈ ചെയ്ത് നോക്കുക. 4-2-2-2 ആണ്. ഇതിൽ മെയിനിൽ ഉപയോഗം സെൻട്രലാണ് ഇതിൻ്റെ കളി വരിക. പിന്നെ ബാക്ക് നല്ല സപ്പോർട്ടാണ്. 2 CB ആൻഡ് DMF ഭയങ്കര കോംബോ ആയിട്ട് നമുക്കൊരു സിറ്റുവേഷൻ കിട്ടും. ജസ്റ്റ് ഓട്ടോ പിക്ക് പ്ലേയേഴ്സ് ഞാൻ ഓരോ പ്ലേയേഴ്സിന് ഇടാത്തത് അത്രയും വീഡിയോ ലെങ്ത് ആവണ്ടെന്ന് കരുതിയിട്ടാണ്.
പിന്നെ 2 AMF 2 CF 120 സിമ്പിളായിട്ട് നമുക്ക് സ്കോർ ചെയ്യാനായിട്ട് പറ്റും. പിന്നെ ബാക്ക് നോക്കുകയാണെങ്കിൽ ഭയങ്കര സപ്പോർട്ടീവാണ്. ഞാൻ പറഞ്ഞില്ലേ 2 CB ആൻഡ് 1 DMF കോംബോ ഇത് നമുക്ക് കിട്ടും. പിന്നെ 2 CB കീപ്പറായിട്ട് നല്ല ടച്ച് കിട്ടും. അത് കരുതി ഫുൾ ടൈം ബാക്കിട്ട് കളിച്ച് കഴിഞ്ഞാൽ ഇൻ കേസ് പന്ത് മിസ്സായി കഴിഞ്ഞാൽ നിങ്ങളിൽ എന്തായാലും ഗോൾ വീഴാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ സെക്കൻഡ് ഫോർമേഷൻ ഗായ്സ്. അപ്പോൾ നമുക്ക് മൂന്നാമത്തെ ഫോർമേഷൻ നോക്കാം. ഇതൊരു കിടിലൻ ഫോർമേഷൻ ആണ്. ഓക്കെ, ഇതിന്റെ ഫോർമേഷൻ വരുന്നത് 3-2-3-2 ആണ്. 3-2-2-3 ആണ്. ജസ്റ്റ് നമുക്കൊന്ന് ഫോർമേഷൻ ചേഞ്ച് ചെയ്യാം. 3-2 ഇതിലിപ്പോൾ കറന്റ് 3-2-3-2 ആണ്. ബട്ട് നമ്മളെ ഫോർമേഷന് 3-2-2-3 ആണ്. ഓക്കെ, നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് ബിൽഡ് ചെയ്യാം. ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് കീപ്പറിന്റെ സെന്റർക്ക് മീൻസ് കീപ്പറിന്റെ ഫ്രണ്ടിലേക്ക് കൊണ്ടുവരാം. പിന്നെ 2 CB നമുക്ക് ഇറക്കിയിടാം. ഇറക്കിടണമൊന്നുമില്ല, ഒരു സപ്പോർട്ടീവ് കിട്ടും. അതിന് ജസ്റ്റ് ഒന്ന് ഇറക്കിയിടുന്നത്. പിന്നെ 2 DMF ആണ്. അതിപ്പോൾ നിൽക്കണമായി നിൽക്കട്ടെ. പിന്നെ നമുക്ക് ഇരുന്നത് 3 CF ആണ്. 3 CFിൽ ഒരു സെക്കൻഡ് സ്ട്രൈക്കർ ഉണ്ടാവും. അത് നമുക്ക് ഏത് പ്ലെയർ ബെല്ലിങ്ങിന് നമുക്ക് സെക്കൻഡ് സ്ട്രൈക്കർ ഇടാം. ബട്ട് ഇപ്പോൾ കാറിൽ ഇട്ടും തന്നെ ഉള്ളൂ. കുറച്ച് കഴിഞ്ഞ് നമുക്ക് മാറ്റണം. 2 CF ആൻഡ് കുറച്ച് ഫ്രണ്ടിലേക്ക് കയറ്റിയിടുക. അതായിരിക്കും ഒന്നുപാടെ ബെറ്റർ. ഞാൻ ജസ്റ്റ് വേറൊരു മൊബൈൽ ഫോൺ നോക്കിയിട്ടാണ് ചെയ്യുന്നത്. അതാണ് ജസ്റ്റ് ഒരു ടൈം ലാഗ് എടുക്കുന്നത്. നമുക്ക് ജസ്റ്റ് സെക്കൻഡ് സ്ട്രൈക്കറെ MF കൺവേർട്ട് ആവുന്നില്ലല്ലോ. അപ്പോൾ ജസ്റ്റ് താഴേക്ക് ഇറക്കിയിടാം. അപ്പം നമുക്കാവും. ഓൾറെഡി ഡിബ്രോയിന് MF ആയിട്ടുണ്ട്. ഇനി നമുക്ക് ബെഡ്റിനും കൂടി ഇടണം. അപ്പോൾ ഇതാണ് നമ്മുടെ തേർഡ് ഫോർമേഷൻ. ഇത് മാസ് ഫോർമേഷനാണ്. മാസ് എന്ന് പറഞ്ഞാലും പോരാ. 2 DMF 3 CB. ഇതിൽ പിന്നെ ജസ്റ്റ് ഒരു ഡിസപ്പോയിന്റ് എന്ന് പറയുന്നത് ബാക്ക് ഒപ്പോണന്റ് റൈറ്റും ലെഫ്റ്റിലും കയറി തന്നെ നോക്കണം. അത് നോക്കണമെങ്കിൽ DMF നമ്മൾ ഇങ്ങോട്ട് വലിപ്പിച്ച് കളിക്കണം. ഈ 2 പ്ലെയർ നമ്മൾ വലിപ്പിച്ച് കളിക്കാൻ തന്നെ വേണം. എന്നാൽ മാത്രമുള്ളൂ 2 CB ഇങ്ങോട്ട് കയറാം. ഫ്രണ്ട് നോക്കുകയാണ് 2 AMF 2 CF. AMF തോല് അറ്റാക്ക് ചെയ്യും. ആൻഡ് ഫിനിഷിങ്ങിന് 3 CF ആണ്. 2 CF ആൻഡ് സെക്കൻഡ് സ്ട്രൈക്കർ ഉണ്ട്. കുഴപ്പമില്ലാത്ത കളിയായിരിക്കും ഇതും. ഇതിൻ്റെ ഒരു മൈനസ് എന്ന് പറയണത് ജസ്റ്റ് ബാക്ക് പൊട്ടാൻ ചാൻസ് ഉണ്ട്. നമ്മൾ നോക്കിങ്ങോട്ട് വലിപ്പിച്ച് കളിച്ചാൽ മതി. മീൻസ് DMF കയറി പോവാതെ വലിപ്പിച്ച് കളിച്ചു കഴിഞ്ഞാൽ നോ പ്രോബ്ലം. ഈ ഫോർമേഷൻ ഇസ് ബെറ്റർ. അപ്പോൾ ഗായ്സ്, അപ്പോൾ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫോർമേഷൻ ഗായ്സ്. അപ്പോൾ ഇത്രയുള്ള വീഡിയോ. ഇന്നത്തെ വീഡിയോ ജസ്റ്റ് ഒരു വീഡിയോ ആണ്. ജസ്റ്റ് ഒരു 3 ലോങ് ബാൾ കൗണ്ടർ ഫോർമേഷൻ എന്ന് ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാനായിട്ടുള്ളൊരു വീഡിയോ ആണ്. പിന്നെ ഈ വീഡിയോ റെക്കോർഡ് ചെയ്യുന്നത് ഒരു ഹാളിൽ നിന്നാണ്. മീൻസ് ഞാൻ വർക്ക് ചെയ്യുന്ന സ്ഥലത്തു നിന്നാണ്. അപ്പോൾ മൈക്ക് കംപ്ലൈൻ്റ് ആണ്. മൈക്ക് ഒന്ന് നോക്കുമ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ ഞാൻ പരമാവധി ഓഡിയോ ക്ലിയർ ആക്കിയിട്ട് അതുമാതിരി ഞാൻ പറഞ്ഞല്ലോ ചാനൽ സ്റ്റാർട്ട് ചെയ്തേക്കാണ്. സംസാരത്തിൽ അതിൻ്റേതായിട്ടുള്ള തെറ്റുകുറ്റങ്ങളുണ്ടാകും. ജസ്റ്റ് ക്ഷമിക്കുക. എന്തായാലും പതിയെ ശരിയാക്കും, പെർഫെക്റ്റ് ആക്കും. അപ്പോൾ എന്തായാലും ഇത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ് ചെയ്യുക. അപ്പോൾ അടുത്ത ബൈ സൈനിങ് ഔട്ട്.